സമിതിയിലേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ എ പത്മകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വം. ബുധനാഴ്ച ചേരുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എ പത്മകുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നേക്കും. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിവസം എ പത്മകുമാർ പാർട്ടിക്കെതിരെ നടത്തിയ വിമർശനം തെറ്റെന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് P ജയരാജനെ ഇത്തവണയും പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മകൻ ജെയിൻ രാജ്. അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ M സ്വരാജ് 2019 ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയാണ് ജെയിൻ രാജ് അതൃപ്തി പരസ്യമാക്കിയത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നോ എന്നായിരുന്നു അന്ന് സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതാണ് ജെയിൻ രാജ് പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആശാവർക്കർമാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ പ്രതിഷേധിക്കുന്നു. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചന ആക്ഷേപത്തിൽ പ്രതികരണവുമായി K രാധാകൃഷ്ണൻ MP. ക്ഷേത്രത്തിലെ കഴക ജോലികൾക്കായി 10 മാസത്തേക്കാണ് ഒരാളെ നിയമിച്ചത്. അതനുസരിച്ച് ആ വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ വേണമെന്നും K രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വീണ്ടും വിവാദ പരാമർശവുമായി മുൻ MLA PC ജോർജ്. ലവ് ജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ നഷ്ടമായെന്നായിരുന്നു PC ജോർജിന്റെ പ്രസ്താവന. ക്രിസ്ത്യാനികൾ അവരുടെ പെൺമക്കളെ 24 വയസ്സാകുമ്പോഴേക്കും വിവാഹം കഴിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഷുഹൈബിന്റെ സത്യവാങ്മൂലവും കസ്റ്റഡി അപേക്ഷയും നാളെ സമർപ്പിക്കും. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത്. നാസറിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. ലഹരിക്കേസുമായി ബന്ധപ്പെട്ട ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ പോലീസിന്റെ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നാണ് കേരള പോലീസ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്നതിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ. കഴിഞ്ഞ 24-ന് മുത്തങ്ങയിൽ പിടിയിലായ 94 ഗ്രാം MDMA കേസിലെ അന്വേഷണത്തിലാണ് മൊത്തവിതരണക്കാരൻ പിടിയിലായത്. ബാംഗ്ലൂരിൽ BCI വിദ്യാർത്ഥിയാണ് പിടിയിലായ പ്രിൻസ് സാംസൺ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നടി രശ്മിക മന്ദനയ്ക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ച് കൊടവ കൗൺസിൽ. രശ്മിക മന്ദന കന്നഡ ഭാഷയെ അവഹേളിച്ചുവെന്നാരോപിച്ച് കർണാടകയിലെ കോൺഗ്രസ് MLA രവികുമാർ ഗൌഡ ഗനിക രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് നീക്കം. കേന്ദ്രമന്ത്രി അമിത് ഷായ്ക്കാണ് കൊടവ നാഷണൽ കൗൺസിൽ കത്തയച്ചത്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയെ തിരഞ്ഞെടുത്തു. കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായിട്ടാണ് മാർക്ക് കാർണിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി അംഗങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റ്യ ഫ്രീലാൻഡിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് കാർണി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്. 85.9% വോട്ടാണ് കാർണിക്ക് ലഭിച്ചത്.